ഇപ്പൊ ജെയിംസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാ? പായസത്തിന്റെ കാര്യം ജെയിംസ് സാർ ഓർമ്മിപ്പിക്കരുത്. പായസത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കരുത്, ദയവായി ഓർമ്മിപ്പിക്കരുത്. അമ്പലപ്പുഴ പാൽപ്പായസം അല്ല, പിപിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് പായസമാണോ പായസമാണോ? എനിക്ക് അമ്പലപ്പുഴ പാൽപ്പായസം അതിലൊരു വ്യക്തത വരുത്താനുണ്ട്. അല്ല, എന്താണ് ജെയിംസ് സാർ പറയുന്നല്ലേ നല്ലത്. പായസം അതിന് വലിയ കഥയൊന്നും പറയണം സാർ. എന്നാലും അതെ, ഒരു നമ്മുടെ ഇവിടുത്തെ 24 ഓണത്തിന് ഈ കഴിഞ്ഞ മുമ്പത്തെ വർഷം എന്നാണ് എന്റെ ഓർമ്മ. കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പൊ എന്തായാലും അവിടെ ഞാൻ ആ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല, പായസം കൊണ്ടുവന്നു. പായസത്തില് ഞാൻ പറയട്ടെ, പറയുമ്പോ അവര് സാക്രിൻ ചേർത്തിരുന്നു. സാക്രിൻ എന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ 500 ഇരട്ടി ഉള്ളതാണ്. ഇങ്ങനൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ സാറേ. പുറത്ത് പറയുമ്പോൾ സാക്രിൻ അപ്പൊ സാക്രിൻ ചേർത്തിരുന്നു പിപിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ചാണ്. അല്ല, എനിക്കറിയത്തില്ല. കൂടുതൽ കുടിച്ചു. ഈ ഭക്ഷണം കഴിക്കുന്നതിന് അല്ല, ചെറുപ്പം മുതലേ അല്ല, കൊമ്പടി ഞാമാക്കല്ലേ, ഞാൻ സ്ഥിരം പോകുന്നത് കല്യാണത്തിന് പോയാൽ പായസമാണ് കുടിക്കാറ്, ചോറൊക്കെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. അപ്പൊ പായസത്തിന്റെ വീക്ക്നെസ് കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ഭക്ഷണം അല്പം ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ല, പിന്നെയും പായസം കുടിച്ചു. അപ്പൊ ഒരു അല്പനേരത്തേക്ക് ഒന്ന് ബോധം പോയി. ആകപ്പാടെ ഗ്ലാസ് ഊണ് കഴിഞ്ഞ് 7 ഗ്ലാസ് കുറച്ചേ കുടിച്ചുള്ളൂ. ചെറുതായിട്ട് ബോധം പോയി. അങ്ങനെ പോകുമ്പോഴേ ഞാൻ വെറുതെ ഒന്ന് പാളി നോക്കിയതാ, ഇങ്ങനെ കിടക്കുക, ഓടി കണ്ണൊക്കെ മറിഞ്ഞു തുടങ്ങി. ഇടിച്ചു, നല്ല ഇടി കൊടുത്തു. മാത്രല്ല വിജയന് CPR എന്ന് അറിയത്തില്ല. അപ്പൊ വിജയൻ എവിടെ യൂട്യൂബിൽ കണ്ടതാ, അത് വെച്ച് ആദ്യം പള്ളക്ക ഇടിച്ചത്. പള്ളക്ക് ഇടിച്ചപ്പോഴേ അല്ല പിപിയുടെ ആർട്ട് പറഞ്ഞു, അവിടെ അല്ല ഇവിടെ ഇടി. ആരോ വന്ന് പറഞ്ഞു ജെയിംസ് സാറിന് ബോധം പോയിന്ന്. അപ്പൊ ആദ്യം ചോദിച്ച ചോദ്യം തരോ, ഉറപ്പാണോ എന്ന്. അപ്പൊ വിജയ സാർ പറഞ്ഞ മറുപടി രസം, ബോധം ഇടയ്ക്കേ വരാറുള്ളൂ. അപ്പൊ അവിടെ PCR എന്ന് ചില പിപിയുടെ സാക്കറിൻ പോലുള്ള മയക്കമല്ല, ഇത് വേറെ മയക്കം ഉണ്ടാക്കും. ഓക്കെ.